കെ മാണി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തിയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. മിനിങ്ങാന്ന് കേരള ഹൈക്കോടതിയിൽ എനിക്കെതിരെ വന്ന ചില പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. പാർട്ടിയുമായി ആലോചിച്ച് ഭാവി കാര്യങ്ങൾ നിശ്ചയിക്കും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇന്നലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യോഗം കൂടി എൻ്റെ രാജ്യസന്നദ്ധയെ അറിയിക്കുകയും രാജിവയ്ക്കുന്നതിന് അനുമതി നൽകണമെന്ന് ഞാൻ പാർട്ടിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ അനുമതിയോടുകൂടി ഞാൻ രാജിവയ്ക്കുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ എനിക്കെതിരെ വലിയ സ്ട്രിക്ചേഴ്സൊന്നും, എനിക്കെതിരെ കുറ്റാരോപണങ്ങളൊന്നും കോടതിയുടെ ജഡ്ജ്മെൻറ്റിനകത്തില്ല. ഒന്ന് രണ്ട് പരാമർശനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഞാനിങ്ങനെ മന്ത്രിയായിരിക്കുന്നത് കേസ് അന്വേഷണം, സ്വതന്ത്രമായ കേസ് അന്വേഷണത്തിന് അഭികാമ്യമാകുമോ ഒന്ന്. രണ്ട്, ഇങ്ങനെ ഇപ്പോൾ സർക്കാർ ചെലവിലിങ്ങനെ ആളുകളെ പുറത്തു നിന്ന് കേസ് നടത്തിപ്പിന് വേണ്ടി വക്കീലുമാരെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെലവ് വരുത്തുന്നത് സാധാരണക്കാരായ നികുതിദായകരിൽ എന്താണ്, സാധാരണക്കാർക്ക് എന്തു തോന്നും? ഇതൊക്കെ ധനമന്ത്രിയുടെ കോൺഷ്യൻസിന് വിടുന്നു എന്ന് മാത്രമേ പരാമർശമുള്ളൂ. വാസ്തവത്തിൽ ആ പരാമർശനത്തിൻ്റെ പേരിലൊന്നും നിയമപരമായും ധാർമ്മികമായും ഒന്നും രാജിവെക്കേണ്ട പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും, നിയമപരമായോ ധാർമ്മികമായോ രാജിവെക്കേണ്ട പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും, നിയമവ്യവസ്ഥയോടുള്ള എൻ്റെ ഉന്നതമായ നിയമവ്യവസ്ഥയോടുള്ള ആദരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമമന്ത്രി പുലർത്തേണ്ടുന്ന മാതൃകയുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കഴിഞ്ഞ 50 വർഷക്കാലം പാലായിലെ സമ്മതിദായകർ, 50 വർഷക്കാലം ഞാൻ MLA-യും 23 വർഷക്കാലം ഞാൻ മന്ത്രിയുമായിരുന്നിട്ടുണ്ടെങ്കിൽ പാലായിലെ സമ്മതിദായകരുടെ വാത്സല്യത്തിൻ്റെയും എനിക്ക് നൽകിയ വാത്സല്യത്തിൻ്റെയും കേരള ജനത എനിക്ക് നൽകിയ സ്നേഹത്തിൻ്റെയും ഫലമായിട്ടാണ്. എനിക്കിപ്പോൾ എൻ്റെ രക്തത്തിന് വേണ്ടി പലരും ദാഹിച്ചിട്ടുണ്ട്, എന്നെ വേട്ടയാടിയിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ കിടക്കും. എനിക്കതിൽ വലിയ പരിഭവമോ ആരോടെങ്കിലും പ്രതിഷേധമോ ഇല്ല. ഞാനെല്ലാം ഇതൊക്കെ ജീവിതത്തിൽ കേട്ടും കണ്ടും ക്ഷമിച്ചും സഹിച്ചുമൊക്കെ പോവുകയാണ്. അതിനകത്തൊരു മനപ്രയാസങ്ങളൊന്നുമില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ കിടക്കും, സാരമില്ല. പക്ഷേ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ സുതാര്യവും സംശുദ്ധവുമായ 50 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന ചരിത്രമാണ് എനിക്കുള്ള ഏക കൈമുതൽ എന്ന് പറയുന്നത്. സംശുദ്ധവും സുതാര്യവുമായ 50 വർഷത്തെ രാഷ്ട്രീയ ജീവിതമാണ് എൻ്റെ കൈമുതൽ എന്ന് ഉള്ള ഉത്തമ വിശ്വാസം എനിക്ക് ആശ്വാസം നൽകുന്നു, എനിക്ക് അഭിമാനം പകർന്നു തരുന്നുണ്ട്. എനിക്ക് ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, സാധാരണക്കാരായ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, രോഗികൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ആശ്വാസം ഒന്നിൻ്റെ പേരിൽ മാത്രമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ കാരുണ്യ പദ്ധതിയുടെ പേരിൽ 1,23,812 പേർക്കായി 1,23,812
രോഗികൾക്ക് ആശ്വാസം കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് എനിക്ക് ഈ കഴിഞ്ഞ ഭരിക്കാനുള്ള അവസരം കിട്ടിയതിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മലയാളം എന്താണെന്ന്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, എനിക്കുള്ള സംതൃപ്തി, ഞാൻ ഈ മന്ത്രിയായിരുന്നതിൽ എനിക്കുള്ള സംതൃപ്തി നൽകുന്നത് 1,23,812 പാവപ്പെട്ട രോഗികൾക്കായി 842 കോടി രൂപ ആശ്വാസമായി കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു വലിയ ഒരു കാര്യമായി ലോകത്ത് ഇങ്ങനെ ഒരു സഹായ പദ്ധതി ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് കേരളത്തിൻ്റെ വളർച്ച നിരക്ക് നമ്മൾ പരിശോധിക്കുന്നുവെങ്കിൽ ഇന്ത്യയുടെ ശരാശരിയേക്കാൾ ഉയർന്നു നിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 2010-11 വളർച്ച നിരക്ക് 13.7% എങ്കിൽ 14-15 15.5% വർദ്ധിപ്പിക്കാൻ കഴിയും. 13.7 നിന്ന് 15.5 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 13.5 13.7 നിന്ന് 15.5 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. വൻപിച്ച സാമ്പത്തിക മാന്ദ്യത്തിനിടയിലും ഈ നേട്ടം കൈവരുത്തുവാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. റവന്യൂ കമ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ 13-14 13,796 കോടിയിലിരുന്ന റവന്യൂ കമ്മി 13,796 കോടിയിൽ ഉണ്ടായിരുന്ന റവന്യൂ കമ്മി 11,309 കോടിയായി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 11,309 കോടിയിലേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസത്തെ പെർഫോമൻസ് എടുക്കുന്നു എങ്കിൽ 6,776 കോടിയിൽ നിന്ന് 2,593 കോടിയായി കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. 6,776 കോടി 2,593 കോടിയാക്കി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തലേ വർഷത്തെ 9 മാസത്തെ അപേക്ഷിച്ച് ഈ വർഷം 9 മാസത്തെ പെർഫോമൻസാണ് ഞാൻ പറഞ്ഞത്. 6,776 കോടിയിൽ നിന്ന് 2,593 കോടിയായി കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ നല്ല ഒരു പെർഫോമൻസ് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം UDA ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൈവരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ UDF ആഗ്രഹിച്ച വിജയം നേടാൻ കഴിയാത്തതിൻ്റെ കാരണം പോലും പാപഭാരം പോലും എൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും പേരിൽ ആരോപിച്ച ചില കേന്ദ്രങ്ങളുണ്ട്. കേരള കോൺഗ്രസിന് രാഷ്ട്രീയ അടിത്തറയുള്ള സ്ഥലങ്ങളിലെല്ലാം അത് കൂടുതൽ ശക്തവും ഭദ്രവുമായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകർക്കറിയാം, കണക്കുകൾ നോക്കുന്നു എങ്കിൽ. ഇതാണ് ഹോസ്പിറ്റൽ. ഇന്നിപ്പം നടക്കുന്നൊക്കെ ഒരു തേജോവധം, വ്യക്തി തേജോവധം നടത്തുക, അതാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഇതിലൊന്നും പരിഭവമൊന്നും എനിക്കില്ല. എനിക്ക് വളരെ ജോബ് സാറ്റിസ്ഫാക്ഷനാണ്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് നൽകിയ സഹകരണത്തിന് എല്ലാവരോടും, മാധ്യമപ്രവർത്തകരോടും
എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും കേരളത്തിലെ ബഹുജനങ്ങളോടുമെല്ലാം എൻ്റെ നന്ദി ഞാൻ പറയുന്നു. എനിക്ക് വളരെ സംതൃപ്തിയും സന്തോഷമേ ഈ സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ ഉള്ളൂ. So how are you going to overcome this crisis? Pardon? How are you going to overcome this crisis? Is this a crisis? Oh, I don't mind about it because there is no crisis as far as I am concerned. There is no crisis. I don't face any crisis. I am quite confident about it. There is contentment. I am a contented person. മനസ്സർ തിങ്കളാഴ്ച കൊച്ചിയിൽ വെച്ച് അങ്ങ് പറഞ്ഞത് ഒരു സെന്റൻസേ പറഞ്ഞുള്ളൂ. അത് എന്താണെന്നൊന്ന് വെളിപ്പെടുത്താം. ഈ കോൺസ്പിറൻസികൾ ഈ ഇങ്ങനെ പത്രങ്ങളിൽ കോൺസ്പിറസി ഉണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ചു. നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കും. ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ കോൺസ്പിറസി. ദർ ഈസ് എ പൊളിറ്റിക്കൽ കോൺസ്പിറൻസി എഗൻസ്റ്റ് മീ. certain quarters are thirsting for my blood. അപ്പം അത് ഇന്നുള്ളതല്ല, കുറേ നാളുകളായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് കൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ചരിത്രമെല്ലാം ഇവിടെ തുറന്നു കാണിക്കാനൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. അതൊക്കെ വേണ്ട, അതിലേക്കൊന്നും കൂടുതൽ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അസൗകര്യമായ ചില ചോദ്യങ്ങൾ ചോദിക്കണ്ട. അസൗകര്യമായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരവും പറയുകയില്ല. അതാരാണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ വെച്ച് അതാരാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഞാനൊട്ട് പറയാൻ ഇപ്പോൾ തയ്യാറല്ല. അതൊക്കെ ഞാനിതിനെ പറയുന്നത് ബാർക്കോഴ എന്താണെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും അതിന് വ്യാപ്തി എവിടെ വരെ ഉണ്ടെന്നും എങ്ങോട്ടൊക്കെ അത് തിരിയുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇപ്പം അറിയാം. അതൊന്നും എനിക്ക് പറഞ്ഞു മാമ്പഴമുള്ളടത്ത് കല്ലെറിയും. അങ്ങേക്ക് ഡിസൈഡ് ആയിട്ടുള്ള സപ്പോർട്ട് ലാസ്റ്റ് 1 year കിട്ടിയിട്ടുണ്ടോ? അതിപ്പോൾ എന്തോ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്, എനിക്ക് ഇത് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഈ ആരോപണങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അങ്ങ് പറയുകയുണ്ടായി, ഇരട്ട നീതിയാണ് എന്നോട് കേരള കോൺഗ്രസിനോട് ഒരു നയം, അല്ലാതെ മറ്റു ചില മന്ത്രിമാരോട് വേറൊരു നയം എന്ന് പറയുകയുണ്ടായി. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയല്ല പറയാനുള്ളൂ. യു ക്യാൻ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. കുറേയൊക്കെ നിങ്ങൾക്ക് വിടുക. അതൊക്കെ നിങ്ങൾ ഇത് കാണും. ഞാനിപ്പോൾ എല്ലാം ഇന്നിടത്ത് ഇത്രാം തീയതി ഇന്നിടത്ത് ഇന്നയാൾ ഇന്നതുപോലെ പ്രവർത്തിച്ചു എന്നൊക്കെ ചില കാര്യങ്ങൾ പറയുന്നതിന് ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇല്ലേ? ഈ സംഭവത്തിൽ മണിസാർ ആഭ്യന്തര വകുപ്പിന്റെയും വിജിലൻസിന്റെയും നടപടിക്രമങ്ങളിൽ അങ്ങ് സംതൃപ്തനാണ്. അത് അങ്ങേക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു? അതെ, അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ വെച്ച് മന്ത്രി എന്നുള്ള നിലയിൽ രാജിവെച്ച് പോകുമ്പോൾ ഞാൻ ഉൾപ്പെട്ടിരുന്നൊരു മന്ത്രിസഭയെ താറടിക്കാനോ അതിനെ എൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിമാരെ കുറ്റപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്ത. നീതി ലഭിച്ചിട്ടില്ല. അതെവിടെ നിന്നാ നീതി കിട്ടേണ്ട സ്ഥാനങ്ങളിൽ നിന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. അത് എവിടെ നിന്നും ആകാം. ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മാണിസാറിന്റെ രാജി UDF-ലെ ആരും മാണിസാറിനോടോ കേരള കോൺഗ്രസിനോടോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ശരിയാണോ? ശരിയാണ്. എൻ്റെ രാജി ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ രാജി 100% എൻ്റെ സ്വതന്ത്രമായ എൻ്റെ മനസ്സാക്ഷിയുടെ പ്രേരണ കൊണ്ട് മാത്രം ഞാൻ രാജിവെച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ജഡ്ജിമെൻറ്റിനകത്ത് എനിക്കെതിരെ സ്ട്രിക്ചേഴ്സ് ഇല്ലെങ്കിൽ പോലും ഉന്നതമായ ജനാധിപത്യ മര്യാദ പുലർത്തിക്കൊണ്ട് മാത്രമാണ് ഞാൻ രാജിവെച്ചത്. എവിടെ ഒരു വർഷം? ജഡ്ജിമെൻറ്റ് വായിക്കാനുള്ള സമയമല്ല എടുത്തുള്ളൂ. അതിനെ ഒരു വർഷം എന്തിനാ? അതിപ്പം പണ്ട് പറഞ്ഞാൽ നിങ്ങളിപ്പം പറയും ഇപ്പം ഒരു വർഷം ഒരു കേസ് എടുത്തപ്പോഴേ രാജിവെക്കേണ്ടത് ചോദിക്കാം, FIR എടുത്തപ്പോഴേ രാജിവെക്കേണ്ടത് ചോദിക്കാം. എനിക്കെതിരെ ഒരു FIR എടുക്കരുതായിരുന്നു, എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് വേറൊരു കാര്യം. അപ്പോൾ ഉടനെ രാജിവെച്ചില്ലല്ലോ, അല്ല അങ്ങനെ വെച്ചില്ലല്ലോ, ഇതൊക്കെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെ ഒരു കാര്യം ഞാൻ പറഞ്ഞോ പ്ലീസ്. UDF-ലുള്ളവരുണ്ടോ? അതാരാണ്? ഇന്നയാളാണോ? എന്നെ ഈ കക്ഷി അതൊന്നും ചോദിച്ചാൽ ഞാൻ അതിനൊന്നും ഉത്തരം പറയാം. ഒന്നും എനിക്ക് ഞാൻ പേടി ഒരു കവേഡാണെന്ന് തന്നെ നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ഇനി ഞാൻ അങ്ങനെ കവേഡൊന്നും അല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്, ചില ശക്തികളുണ്ട്. എന്നെ വേട്ടയാടിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. എനിക്കതിൽ മനോവേദന ഉണ്ടെങ്കിലും ഞാനതിനെയൊക്കെ പിടിച്ചു നിൽക്കുകയാണ്.
എനിക്ക് വിൽ പവറുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ജനങ്ങളുണ്ട്. ദൈവം എന്നെ കാത്തുകൊള്ളും. പാലായിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും എന്നെ കാത്തുകൊള്ളും. കാരണം സുതാര്യവും സംശുദ്ധവുമാണ് എൻ്റെ രാഷ്ട്രീയം. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എനിക്ക് സ്വകാര്യമായി വേറൊന്നുമില്ല. ഞാൻ എൻ്റെ കള്ളക്കഥകളൊന്നുമില്ലല്ലോ. എൻ്റെ ജീവിതം സുതാര്യമാണ്. ആർക്കും ഒന്നും മറച്ചു വയ്ക്കാൻ, എല്ലാം തുറന്ന പുസ്തകമാണ്. അങ്ങനെയുള്ള ഞാൻ ആരെ ഭയപ്പെടണം? എനിക്കത് തന്നെയാണ് എനിക്ക് ആത്മസംതൃപ്തി നൽകിയിട്ടുള്ളത്. ഞാൻ അത് അത്രയൊന്നും പോവണ്ട. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എനിക്ക് നീതി ലഭിച്ചിട്ട് അത് എൻ്റെ മാന്യതയാണ് എന്ന് നിങ്ങൾ കരുതിയാൽ മതി. രാജിവെച്ച് പോകുമ്പോൾ ഉടനെ പരിഭവം കൊണ്ട് അവനെനിക്ക് ചെയ്തില്ല, ഇവൻ എനിക്ക് ചെയ്തില്ല, അതെങ്ങനെയാ, ഞാൻ അങ്ങനെയൊന്നും പറയുന്നത്. അതൊന്നും പറയല. എനിക്ക് നീതി ലഭിച്ചിട്ടില്ല, നീതി ലഭിക്കേണ്ടുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാം. വേറൊന്നും എവിടെ എവിടെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞില്ല. അതൊന്നും എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? മറ്റ് ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിലെ രണ്ടാമത്തെ നേതാക്കന്മാർ ഒന്നടങ്കം അങ്ങയുടെ രാജി ആവശ്യപ്പെട്ടു. എന്നിട്ടും അങ്ങയുടെ വാക്കുകൾ ഇപ്പോഴും അവരോടൊരു കാര്യം എനിക്ക് അങ്ങനെ അർഹിക്കുന്നു. അതെ, ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഞാൻ ആർക്കും എനിക്കൊരു പകയില്ലല്ലോ. രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ടോളറൻസ് വേണം, എപ്പോഴും സഹിഷ്ണുത വേണ്ടേ. നമ്മളല്ലേ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങരുത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ കുറേ കല്ലേറുകൾ വരും. അത് വാങ്ങാൻ ഏറെ മേടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ വന്നാൽ മതി. അല്ലെ ഇതൊക്കെ ജനസേവനത്തിൻ്റെ ഭാഗമാണ്. എനിക്കതൊന്നും ഒരു പ്രയാസമില്ല. എന്തോ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെന്നല്ല, അത് ഏതെങ്കിലും ഒരു വ്യക്തിയോടല്ല. പിന്നെ വ്യക്തിയോടൊന്നും അല്ല, അതൊരു വ്യക്തിയെന്നോ അങ്ങനെയൊന്നും അല്ല. അത് നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത സേവനത്തിനും നമ്മുടെ ആത്മാർത്ഥതയ്ക്കും നമ്മുടെ സേവനത്തിനും നമ്മുടെ പ്രതിബദ്ധതയ്ക്കും ഒരു അത് കാണാൻ എല്ലാവർക്കും കഴിഞ്ഞില്ല എന്നുള്ളൂ. പക്ഷെ ജനങ്ങൾക്കറിയാം, ജനങ്ങളെ സംബന്ധിച്ചോ ജനങ്ങൾ അതിപ്പോൾ ഇങ്ങനെ ഞാനൊന്നും വരച്ച് വെച്ചിട്ടോ തീയതി വെച്ചിട്ടോ ഒന്നുമില്ല. കുറേ കാലം ഇങ്ങനെ അങ്ങ് പോയി. എത്രയോ that you wanted to become the chief minister and everything was ready with the support of them. ഇത് എത്രത്തോളം ശരിയാണ്? ഇതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഇത് വന്നത്? അതിപ്പോൾ ഞാനിത് പറയുന്നത് വെച്ചാൽ ആളുകൾക്കൊക്കെ ഓരോ തരത്തിലുള്ള ഭയം വരാൻ പാടില്ലേ. നമ്മൾ ആദ്യം നടന്നു പോകുമ്പോൾ ഒരു കയറ് കിടക്കുകയാണെങ്കിൽ പാമ്പാൻ തോന്നിയല്ലേ. ഭയപ്പാടുകൾ ആളുകൾക്ക് ഇങ്ങനെ വരാൻ രാഷ്ട്രീയ കക്ഷികൾക്കും വരാം. ഈ ആരോപണത്തിൽ എന്തെങ്കിലും അതെനിക്കറിഞ്ഞുകൂടാ. കാണുമായിരിക്കാം. ഞാൻ അങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്ന് പ്രചരണം ഉണ്ടായിരുന്നു. പ്രചരണം ഉള്ളപ്പോൾ ചിലപ്പോൾ ചിലർ വിശ്വസിച്ചിരിക്കാം. എനിക്കതറിയാം. ഞാനങ്ങനെ വേറൊരാളെ എനിക്ക് എന്തെങ്കിലും നടപടി വേണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. മാണിസാർ തന്നെ മുമ്പ് വ്യക്തമാക്കി മാണിസാറിനോട് രാജിവെക്കാൻ UDF ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അതേ മാണിസാർ തന്നെ ഇപ്പൊ പറയുന്നു UDF നിന്ന് വേണ്ടത്ര നീതി ലഭിച്ചിട്ടില്ല, നീതി അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ്. ഞാൻ UDF നിന്നുള്ള വാക്ക് ചേർത്തോ? ഇത് മാധ്യമധർമ്മത്തിന് യോജിച്ചതല്ല. എനിക്ക് നീതി ലഭിക്കേണ്ടുന്ന കേന്ദ്രങ്ങളിൽ നിന്നൊന്നും എനിക്ക് നീതി ലഭിച്ചതായിട്ട് എനിക്ക് തോന്നലില്ല. അത്രയുള്ള അല്ല, അത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാവുന്നുള്ളതുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എവിടെ അപ്പീല്? ധൃതി പിടിക്കാന്ന് പറഞ്ഞാൽ ഒരു ഹൈക്കോടതി പോവുക എന്ന് പറയുന്നത് ധൃതി പിടിച്ചതിൻ്റെ പേരിലല്ലല്ലോ. നമ്മുടെ നാട് റൈറ്റാണ്. കോടതി പോവുക, ഒരു കോടതിയിൽ നിന്ന് ഒരു ഡിസിഷൻ വന്നാൽ അതിന് അപ്പീലുണ്ടെങ്കിൽ അപ്പീൽ കോടതിയിൽ ഇതിനൊക്കെ ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. എത്രയും വേഗം നമ്മൾ പോകുന്നു, അത് നമ്മുടെ ധർമ്മം. അതിന്റെ ഹർജി തയ്യാറാക്കിയത് ഏറ്റവും മോശമായ രീതിയിലാണെന്ന് ഒരു ആക്ഷേപമുണ്ട് പല തലങ്ങളിലും. അതിന്റെ ഹർജി തയ്യാറാക്കിയത് ശരിയായ രീതിയിലല്ല എന്നൊരു ആക്ഷേപമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് നോക്കാം. ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരു പുതിയ അറിവല്ലേ, ഇങ്ങനെയൊക്കെ അറിവുകൾ വരുന്നത്. ഹാജരായ അഭിഭാഷകർ, സീനിയർ അഡ്വക്കേറ്റ്, ഒരാൾ AG ആണ്, വേറൊരാൾ കപിൽസുവരാണ്. ഇവരുടെ അപക്വമായ പെരുമാറ്റം മൂലം ഏതെങ്കിലും തരത്തിൽ മാണിസാറിന് ദോഷകരമായ എന്തെങ്കിലും വന്നു? ഞാനിപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇതിനുണ്ടായ കാരണങ്ങളും ഒക്കെ ഒന്നിലേക്കൊന്നും അപഗ്രഥിക്കാനൊന്നും പോകുന്നില്ല.
ആളെ കുറ്റപ്പെടുത്താനും പോകുന്നില്ല. ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്യാന്നല്ലാതെ ഇത് മറ്റുള്ള ആളുകളിൽ ആരോപിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരും രാജിവെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പി ജെ ജോസഫ് കൂടി എൻ്റെ കൂടെ രാജിവെക്കണമെന്ന് എന്നോടൊപ്പം രാജിവെക്കണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിപ്പോൾ ഞാൻ ഇതിനെല്ലാം എങ്ങനെ ഉത്തരം പറയും? ഞാൻ പി ജെ ജോസഫ് എന്നോട് കൂടി രാജിവെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊതുവായി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാനിങ്ങനെ ഉത്തരം പറഞ്ഞു. ഞാൻ പി ജെ ജോസഫ് എന്നോടൊപ്പം രാജിവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ആവശ്യപ്പെട്ടു. അതൊക്കെ പാർട്ടിയിൽ പല അഭിപ്രായങ്ങളൊക്കെ വരും, ചർച്ചകൾ. ഒരു ജനാധിപത്യ പാർട്ടിയിൽ എന്തെല്ലാം അഭിപ്രായങ്ങൾ വരാം, പല അഭിപ്രായങ്ങൾ വരും, പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പാർട്ടിയിൽ നീതി കിട്ടിയിട്ടുണ്ട്. എൻ്റെ പാർട്ടിയിൽ നീതി കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഉണ്ണിയാടൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാൽ എന്താ ചെയ്യുന്നത്? ഉണ്ണിയാടൻ എന്നോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം രാജിവെച്ചു. ഇതാ ഇത് പി ജെ ജോസഫ് വെക്കണമെന്ന് ആര് പറഞ്ഞു? ഉണ്ണിയാടൻ വെക്കണമെന്ന് ആര് പറഞ്ഞു? ഉണ്ണിയാടൻ എന്നോടുള്ള ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത കൊണ്ട് എനിക്കൊരു വേദന വന്നപ്പോൾ എന്നോടുകൂടി അങ്ങ് രാജിവെച്ചു. അതിനിപ്പോൾ ഞാൻ അത് രാജിവെക്കണമെന്നോ രാജിവെക്കണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിനാന്ന് അത് ചോദിക്കേണ്ട കാര്യം എന്താ? എനിക്കത് അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി രാജിവെച്ചിരുന്നു ചോദിച്ചാൽ ഇനി കടന്നൊന്നുകൂടെ ചോദിച്ചാലോ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ്. എനിക്കെതിരെ ഒരു ഇത് വന്നപ്പോൾ ആരൊക്കെ കണ്ണുനീർ പൊഴിച്ചു, ആരൊക്കെ രാജിവെച്ചില്ല, ഇതൊക്കെ എനിക്ക് ഉത്തരം പറയാനോ? പ്ലീസ് ഒരൊറ്റ കാര്യം, ഇതിന് വേറെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. പ്ലീസ് ഞാൻ പറയുന്നത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നോടൊപ്പം രാജി മറ്റാരെങ്കിലും വെക്കണം, എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും എന്നോടൊപ്പം മറ്റ് മന്ത്രിമാർ രാജിവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്രസക്തമാണ്. ഇനി ആ ചോദ്യങ്ങൾ വേണ്ട. നീതി കിട്ടേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ പാർട്ടി കളക്റ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുക എന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഞാനിപ്പോൾ അതെല്ലാം അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നാൽ ഇപ്പം എന്നെ ആരാണ് നിങ്ങൾക്ക് നീതി തരാത്തത് എന്നൊക്കെ ചോദ്യം ഇപ്പം ഞാൻ ഇവിടെ വെച്ചൊന്നും ഇതൊരു വിചാരണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം എല്ലാവരോടും സ്നേഹമുണ്ട്, നിങ്ങളോട് പോലും എനിക്ക് സ്നേഹമുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നീതി എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോഴെങ്കിലും ഒരാൾ എന്നോട് സിമ്പതി കാണിക്കാറുണ്ട്, എനിക്ക് നന്ദിയുണ്ട്. ഇത് കേട്ടോ, ഈ പറയുന്നത് കേട്ടോ, ഞാനല്ല പറഞ്ഞത്, അത് ബഹുജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചോദ്യമാണ്. അതുകൂടി നോട്ട് ചെയ്തു. അല്ല, ബഹുജന അല്ല, ഒരു മീഡിയ പ്രവർത്തകൻ. LDF-മായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരോപണം ഉണ്ടായിരുന്നു, വാർത്ത ഉണ്ടായിരുന്നു. അത് സത്യമുണ്ടോ? എന്തെങ്കിലും സത്യം? എൻ്റെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ചോദ്യം എന്താ? ഞാനിപ്പം നിൽക്കുന്നിടത്ത് നിൽക്കുന്നു, അല്ല എന്താ പ്രചരണോ? എനിക്കെതിരെ എന്തെല്ലാം പ്രചരണങ്ങൾ വരുന്നു, ഇതിന് വല്ല അടിസ്ഥാനം വല്ലതും ഉണ്ടോ? പക്ഷെ മാണി സാർ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുന്ന പ്രചരണത്തിന്റെ തൊട്ട് പിറകിലാണ് ഈ പറയുന്ന ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരികയും അത് ഈ പറയുന്നത് പോലെ മാണി സാർ തന്നെ പറയുന്നു FIR എടുക്കരുതായിരുന്നു. ഇതിന് ആരാണ് അതിന്റെ പിറകിൽ? ഏതിന്? ഈ പ്രചരണത്തിന്റെ പിറകിൽ? അതാണല്ലോ ഞാൻ വിചാരിച്ച തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ വളരെ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കും എന്നാണ് കരുതിയത്. ഞാൻ എത്രയോ മുമ്പ് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല? എന്നോട് വീണ്ടും ഇവിടെ ചോദിച്ചിട്ട് കാര്യം. ഐ ഹാവ് ഗിവൺ സഫിഷ്യന്റ് hint to you. അത് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ. ഞാൻ ഭയപ്പെടുന്നൊന്നുമില്ല. ഗൂഢാലോചന കേന്ദ്രങ്ങൾ എനിക്കറിയാം,
പക്ഷേ ആ ഗൂഢാലോചനയൊന്നും എൻ്റെ മുമ്പിൽ ഫലിക്കുകയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ അങ്ങ് അതിനെ എതിർക്കുമോ? ഞാൻ മുഖ്യമന്ത്രിയാണ്. അത് ഞങ്ങൾ പറഞ്ഞാൽ അയ്യോ, നിങ്ങൾ പറഞ്ഞാൽ എനിക്കെന്തിനു വിരോധിക്കേണ്ട കാര്യം എന്നാ? ഞാൻ മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വിരോധിക്കേണ്ട കാര്യം. ഈ ഗൂഢാലോചന കേന്ദ്ര മുഖ്യമന്ത്രിയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അയ്യോ, ഒരിക്കലുമില്ല. നിങ്ങൾ വെറുതെ ശ്രീ ഉമ്മൻചാണ്ടിയെ പറ്റി ഇങ്ങനെ പറയരുത്. അദ്ദേഹം വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. എല്ലാ സഹപ്രവർത്തകരോടും സമഭാവനയോടെ കാണുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഈ ആ രീതിയിൽ പറയും അങ്ങനെ എന്തോ ഇങ്ങനെ ഇപ്പോൾ ഓരോരുത്തരെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുന്നു. പാർട്ടി ഒരു ഗൂഢാലോചന കമ്മിറ്റി ചെയ്ത് പിന്നെ പിന്നിലുള്ള ആളുകളെ കണ്ടെത്തി ഗൂഢാലോചന കമ്മിറ്റി എടുത്തിട്ടുണ്ടല്ലോ. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്ലീസ് അങ്ങയുടെ 50 വർഷത്തെ പൊളിറ്റിക്കൽ കരിയറിൽ is this the most bitterest moment you have ever faced? No. അല്ല. No. I had several bitterest moments So this is not before. one, not even one of them. It is one among them. അത് കേട്ടോ പറയുന്നത് അങ്ങനെ അങ്ങ് രാജിവെച്ച ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത പുറകെ നിൽക്കുകയാണോ? താങ്കൾ ഒഴിഞ്ഞു പോകുന്ന മന്ത്രിസ്ഥാനം അങ്ങ് പറയുന്ന അങ്ങയുടെ പാർട്ടി നിർദ്ദേശിക്കുന്ന ആൾക്കുള്ളൂ പിൻഗാമിയെ തീരുമാനിച്ചു. ആരാണ് പോർട്ട്ഫോളിയോ വഹിക്കാൻ പോകുന്നത്? ഇതിനൊക്കെ ഇത്രയും വലിയ ധൃതി പിടിച്ചാൽ കാര്യങ്ങളുണ്ടോ? ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യും. പാർട്ടി അതിന് വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ ചെയ്യും. അല്ലാതെ ഇടികൊടുക്കേ ചോറും കറിയും എന്ന് പറഞ്ഞതുപോലെ വല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് നടക്കുമോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ പിൻഗാമി, ആരാ വകുപ്പ്, ഏത് വകുപ്പ്, ആരാ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ ചെയ്യുന്നതിനെ പറ്റി? ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ ചില കാഴ്ചപ്പാടുകളുണ്ട്. മുഖ്യമന്ത്രിക്കുണ്ട്, കേരള കോൺഗ്രസിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഗവൺമെന്റിനും ഒക്കെ ഉണ്ട്. ധനമന്ത്രി സ്ഥാനം പാർട്ടിക്ക് തന്നെയായിരിക്കും. അതിന്റെ ചോദ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ധനമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന് ധനമന്ത്രിയാണ് അല്ലേ? ധനമന്ത്രി എന്ന് പറയുന്നത് ഗവൺമെൻറ്, മുഖ്യമന്ത്രി എല്ലാവർക്കും വകുപ്പുകൾ വീതിച്ചു കൊടുക്കുന്നു. ഞാൻ രാജിവെച്ചപ്പോൾ എൻ്റെ വകുപ്പ് മുഖ്യമന്ത്രി ഏൽപ്പിച്ചു. ബാക്കി സമയമുണ്ടല്ലോ, എവിടെയെങ്കിലും ഇത് ഏൽപ്പിക്കേണ്ടി വരും അല്ലേ? ഇപ്പോൾ ട്രസ്റ്റി, അപ്പോൾ എനിക്ക് തന്നെയാണ് ഞാനിത് ഏൽപ്പിക്കുന്നത്. ഈ പരാമർശങ്ങൾ നീക്കാൻ വേണ്ടി കോടതി സമീപിക്കണം. പ്ലീസ്. എന്ന് പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനത്തെ ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ വിഷമാണ് ഉത്തരം പറയാൻ. കെ ബാബുവുമായിട്ട് ഞാൻ ഇന്ന് കണ്ടല്ലോ. ബാബു ഇന്ന് എൻ്റെ അടുത്ത് വന്നല്ലോ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. കെ ബാബുവിന് എന്തെങ്കിലും ഒരു നല്ല ഒരു പരിഗണനയുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ഒരു വിഷമവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. അത് എനിക്കെന്തിനാ വിരോധം? എന്തിനാ? സീസറിന്റെ പരാമർശത്തിന് എങ്ങനെയാ കാണുന്നത്? അതാണിപ്പോ വലിയ ചർച്ചയായിരുന്നു. എന്താ സ്പീക്കറുടെ പരാമർശം? ദാറ്റ് ഇസ് എ കോമൺ ഒരു നമ്മളെല്ലാവരും, ഞാൻ എത്രയോ പ്രാവശ്യം പ്രസംഗങ്ങളിൽ പറയുന്ന സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതിയായി. എന്തിനും ഏത് കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്? സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കോണ്ടക്സ്റ്റിലാണ്? അല്ല, അങ്ങനെയല്ല. ആരോപണ വിധേയനായ ഒരു മന്ത്രി സ്ഥാനത്തിരുന്നാൽ നമുക്ക് എങ്ങനെ സ്വതന്ത്രമായി ഈ കാര്യങ്ങൾ നടത്താൻ കഴിയും? ഒരു കേസന്വേഷണം എങ്ങനെ സ്വതന്ത്രമാകാൻ കഴിയും എന്നുള്ളത് മാത്രം അതിൻ്റെ അടിസ്ഥാനത്തിലായി പറഞ്ഞിരിക്കുന്നത്. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറഞ്ഞ അതാണ്. സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ അഭികാമ്യമായിട്ടുള്ളത് മന്ത്രി സ്ഥാനം ഒഴിയുന്നതാണ്. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കും. സീസറിന് പറഞ്ഞ ഇവിടെ സീസറിന് പോലും സംശയമില്ല. പിന്നെ സീസറിന്റെ ഭാര്യയ്ക്ക് നാളെ അങ്ങയുടെ ഒരു പാർട്ടി സസ്പെൻഡഡ് കൊളീഗ് PC ജോർജ് നാളെ റെസിഗ്നേഷൻ കൊടുക്കുക. എനിക്കറിയാം, അങ്ങനെ തന്നെ പറഞ്ഞല്ലോ, പത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. സം ഓഫ് യു ഹാവ് റിപ്പോർട്ടഡ് ദാറ്റ് ഇത് കണ്ടോണ്ട് മുമ്പിലേ എറിഞ്ഞൊരു മുഴം എന്താ അല്ലേ, എന്താ പറയുന്നൊരു പദപ്രയോഗം ഉണ്ടല്ലോ, ഓടുന്ന നായിക്ക് മുമ്പേ എറിഞ്ഞ
ഒരു മുഴ എറിഞ്ഞെന്ന് പറഞ്ഞ പോലെ അയോഗ്യനാക്കാൻ പോകുന്നു, അയോഗ്യനാക്കുന്നേക്കാളും ഭേദം നേരത്തെ രാജിവെക്കുന്നല്ലേ എന്ന് പത്രത്തിൽ വന്നു. അയ്യോ പ്ലീസ്, എൻ്റെ അഭിപ്രായമല്ല, അങ്ങനെ പത്രത്തിൽ നിന്ന് വന്നു. പത്രത്തിൽ വന്നത് ഞാൻ കണ്ടു, പത്രത്തിൽ വായിച്ചു. അയോഗ്യനാക്കാൻ പോകുന്നു, എന്നാൽ ഏതെങ്കിലും കാരണവശാൽ അയോഗ്യനാക്കിയെങ്കിൽ അതിനേക്കാൾ ഭേദം നേരത്തെ രാജിവെച്ചേക്കല്ലേ എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ പറയുന്നതല്ല എന്ന് ഇന്നത്തെ ഏതോ ഒരു പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. എങ്ങനെ എന്ന് അതെന്താ വേണം? വാട്ട് ഷുഡ് ഐ ഡു? പാർട്ടി ചെയർമാന്റെ അഭിപ്രായമാണ് ഒരാൾ റിസൈനിങ് 6 months before. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞാൻ എന്നെപ്പറ്റി ഒരാൾക്ക് തോന്നുന്നത് ഞാനിപ്പോൾ രാജിവെക്കുക, അതിന് എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടുള്ള കാര്യം പ്ലീസ്. അപ്പോൾ മതി, ആയിക്കോട്ടെ, ഓക്കെ. അല്ല, ഇത് കേൾക്കുന്നവർ തന്നെ പറയുന്നു ഒരുപാട് നീണ്ടുപോകുന്നു. ഞാനോ? പക്ഷേ എനിക്ക് ആരോഗ്യം ഉണ്ടായിരിക്കുകയും പാലായിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഞാൻ മത്സരിക്കും. പ്ലീസ് ഇതുകൂടി എഴുതിയേക്കണേ. മത്സര രംഗത്തുനിന്ന് മാറി നിൽക്കാൻ എനിക്കൊരു വിഷമവുമില്ല. എപ്പോഴും MLA-യും മന്ത്രിയുമായിരിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. പാലായിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. കേരളത്തിലെ ജനങ്ങളും പാലായിലെ ജനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ പൊതുവേയും അവിടെ ആഗ്രഹം എന്തെന്ന് കണ്ടറിയാനും നോക്കി മനസ്സിലാക്കാനും ഒക്കെയുള്ള വിവേകം എനിക്കുണ്ട്, ജ്ഞാനവും എനിക്കുണ്ട്. അതനുസരിച്ച് അത് നിങ്ങളുടെ അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അതിപ്പോ നിങ്ങൾ അങ്ങനെ വിധി എഴുതിയാൽ ഞാൻ എന്നാ ചെയ്യുന്നത്? ഒരു കേസ് ഹൈക്കോടതിയിലെ എല്ലാ കേസിൻ്റെ ലൈഫ് എത്രയാ? ഹൈക്കോടതിയിലെ കേസ് എത്ര വർഷമായിട്ട് കിടക്കുന്നു? എനിക്ക് എത്ര വർഷമായിട്ട് കിടക്കുന്നു? 10, 12, 20 വർഷമായിട്ട് കിടക്കുക. എൻ്റെ അവിടെ ഒരു റോഡിൻ്റെ ഒരു മാർഗ്ഗതടസ്സം നീക്കാനായി റോഡ് വീതി കൂട്ടിയിട്ടില്ല, 4 വർഷമായി. ഞാൻ പറഞ്ഞ കോടതിയിൽ ഇങ്ങനെ കേസുകൾ ഒരുപാട് എണ്ണം ഇങ്ങനെ കൂടി ഒരുപാട് കേസുകൾ കിടക്കുന്നു. കോടതിയെ കുറ്റം പറയാനൊക്കെ, കോടതിയെ കുറ്റം പറയാനൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് കാലതാമസം വരുമെന്ന് പറഞ്ഞ ഓരോന്നിനൊക്കെ കാലതാമസം വരും. CM ഇന്ന് ക്യാബിനറ്റ് ബ്രീഫിംഗിനിടയിൽ അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയും അങ്ങും ഇക്കാര്യത്തിൽ ഈ മുന്നോട്ടുള്ള കേസിൽ നിന്ന് ഒരു ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിധിയിൽ നിന്ന് ഒരു ലീഗൽ റിലീഫ് കോർട്ടിൽ നിന്ന് വാങ്ങിയ ഉചിതമായ തീരുമാനം ഉടനടി UDF എടുക്കും എന്ന് പറഞ്ഞാൽ റീ എൻട്രിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എനിക്ക് എൻ്റെ മാത്യൂഷ, എനിക്കിപ്പോൾ റീ എൻട്രിയുടെ കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ. അവർക്ക് ആവശ്യമുണ്ട്. അല്ല, അതൊക്കെ ഉണ്ടായിരിക്കാം, അത് വരുമ്പോൾ വരട്ടെന്നാണ്. ഞാൻ ഐ എം നോട്ട് ഹേസ്റ്റി. എനിക്ക് അതിനകത്ത് വലിയ ഹേസ്റ്റൊന്നും ആ കാര്യത്തിലില്ല. ഞാൻ നടക്കുമ്പോൾ നടപടിക്രമങ്ങൾ അനുസരിച്ച് നടക്കട്ടെ. ഞങ്ങൾ സംസാരിച്ചില്ല. അല്ല, സംസാരിച്ചില്ല, ഞാൻ സംസാരിച്ചില്ല. ഞാനിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫീസിൽ തന്നെ ഇരിക്കുകയായിരുന്നില്ല. ചിലപ്പോൾ വിളിച്ചായിരിക്കാം, എനിക്ക് കിട്ടിയില്ല. മതി ചീഫ് സെക്രട്ടറി എങ്ങനെയാ ഉറച്ചു നിൽക്കുക? എന്തൊരു ചോദ്യമാണ്. കേരള കോൺഗ്രസ് ഇപ്പോഴും UDF-ലല്ലേ? മറിച്ച് എന്തെങ്കിലും ഒരു വല്ലതും കണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചുമ്മാ ഇരുന്നാൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചുമ്മാ ഇങ്ങനെയുള്ള ചോദ്യം UDF-ൽ ഉറച്ചു നിൽക്കുമോ? KM മാണി കേരള കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമോ? ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. ഒരു വ്യത്യാസമില്ല. പാലാ നിയോജക മണ്ഡലം രൂപീകരിച്ച ശേഷം അവിടുന്ന് പാലാക്കാരെ ഏക MLA ഇത്രയധികം വർഷം കേരള ചരിത്രത്തിലാദ്യമായിട്ട് താങ്കളാണ്. പാലാ നിവാസികളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പാലാ നിവാസികളോട് നന്ദി. എന്നെ ഇത്രയും കാലം നിലനിർത്തി പരിരക്ഷിച്ചു. എനിക്ക് എല്ലാ പ്രോത്സാഹനവും നൽകി, സഹായവും നൽകി,
അവരോട് എനിക്ക് നന്ദി പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുകയല്ലേ. തുടർന്നും അവരുടെ പരിലാളനയും സഹായവും എല്ലാം എനിക്കുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കോടതി വിധിയിൽ മാണിസാറിന് അനുകൂലമായ എന്തെങ്കിലും ഉണ്ടോ? അത് ഉള്ളതായിട്ട് പാർട്ടി പറഞ്ഞതായിട്ട് പറയുന്നു. കോടതി വിധി ഈ കോടതി വിധിയിൽ അങ്ങേക്ക് അനുകൂലമായ ഏതെങ്കിലും പോയി അതിൻ്റെ മുഴുവൻ പാരഗ്രാഫും എനിക്കെതിരെ വന്നിരിക്കുന്ന മുഴുവൻ അലിഗേഷൻസിനെയും കൗണ്ടർ ചെയ്യുന്നതാണ്, അസ്ത്രീകരിക്കുന്നതാണ്. മനസ്സിലായല്ലോ? അത് എനിക്ക് അനുകൂലമാണ്. പക്ഷെ അവസാനം വന്ന് രണ്ട് കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വന്ന് സീസന്റെ ഭാര്യ ഉയർന്ന് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയുള്ള കാര്യങ്ങൾ ഞാൻ ഇനി കേസ് അന്വേഷണത്തിൽ തുടർന്ന് ഇരിക്കുന്നതാണോ കേസ് അന്വേഷണം നല്ലത്? ഇത് മാത്രമേ കോടതിയെ സംബന്ധിച്ചുള്ള ഇതുള്ളൂ. അതിന്റെ കൂടെ സീസേഴ്സിന്റെ ഭാര്യ അത് ഞാൻ എപ്പോഴും ഉദ്ധരിക്കുന്ന സീസേഴ്സിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കുന്നവർ നിങ്ങൾക്കും അത് ബാധകമാണ്. ചുമ്മാ ഇങ്ങനെ ചോദിച്ചു പോയാൽ ഞാനും പറയും എന്ത് ഉദ്ദേശമാണ്, ദുരുദ്ദേശം ഇല്ലെന്ന് ചോദിക്കും. തമാശ പറഞ്ഞിട്ടുള്ളത്. കെ മാണി തിരുവനന്തപുരത്തെ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. കോടതി തനിക്കെതിരെ കുറ്റാരോപണം നടത്തിയിട്ടില്ല എന്നും ചില പരാമർശങ്ങൾ മാത്രമായിരുന്നുവെന്നും ആ പരാമർശങ്ങളുടെ പേരിൽ നിയമപരമായോ ധാർമ്മികമായോ താൻ രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും എന്നാൽ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് കൊണ്ടാണ് താൻ രാജിവെച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്കെതിരെ തന്റെ രക്തത്തിനു വേണ്ടി ചിലർ ദാഹിക്കുന്നുണ്ടെന്നും താൻ വേട്ടയാടപ്പെടുന്നുണ്ടെന്നും മാണി വ്യക്തമാക്കിയുണ്ടായി.